It's 4 o'clock, Amma. I'm feeling so hungry. Can we make any snacks? നമുക്ക് സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ബനാന ദോശ ആയാലോ? Okay. ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മിസ്റ്ററി ഡാഫഡിൽസ്. ബനാന ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് അറിയോ? Of course, I know one ingredient. Banana. അതെ, നമുക്ക് ബനാന വേണം. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2 റോബസ്റ്റ പഴമാണ്. നെക്സ്റ്റ് നമുക്ക് ജാഗരി വേണം. ഇനി വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഇനി വേണ്ടത് പാലാണ്. പിന്നെ ചിരകിയ തേങ്ങ. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയും ഏലക്ക പൗഡറുമാണ്. എന്നാൽ നമുക്കിത് വേഗം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ? Amma, I'm so excited. Let's start. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഒരു ബൗൾ എടുക്കാം. അതിലോട്ട് ഈ 2 പഴമില്ല, അത് തൊലി കളഞ്ഞ് ചെറിയ പീസാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം, നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ജാഗരി ചേർത്താലോ? നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ട് ശർക്കരയില്ലേ, അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. Can I add the coconut, Amma? ഷുവർ, നീ ഇട്ടോളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പഴവും ജാഗരിയും തേങ്ങയും എല്ലാം കൂടി നന്നായി മിക്സായി വരണം. ഇനി നമുക്ക് അടുത്തതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഗോതമ്പ് പൊടിയില്ലേ, അതാണ്. നമുക്ക് മെല്ലെ മെല്ലെ അത് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്തിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് പാലാണ്. പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് കുറച്ച് പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിരുന്നു മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പാല് ചേർക്കാൻ നമ്മൾ ശ്രദ്ധിക്കണേ, ഇത് ഭയങ്കര ലൂസ് ആവാൻ പാടില്ല. അപ്പം കുറച്ചായിട്ട് പാല് ചേർത്തിട്ട് നമുക്ക് ആ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് പാല് ചേർത്തപ്പം. ഇനി നമുക്കിതിലോട്ട് ഏലക്ക പൗഡറും അതേപോലെ നേരത്തെ എടുത്ത് വെച്ച് ബേക്കിംഗ് പൗഡർ ഇല്ലേ, അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ചോളം നമുക്ക് സാൾട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത്. നമുക്കിത് കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെക്കാം. അതിനുശേഷം നമുക്കിത് ചുട്ടെടുക്കാം. പാൻ എടുക്കാം നമുക്ക്. എന്നിട്ട് അതിലോട്ട് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കയ്യിൽ നമ്മുടെ മാവെടുത്ത് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ദോശയൊക്കെ നമ്മളിങ്ങനെ പരത്തി കൊടുക്കൂലേ, അതുപോലെ, എന്നാൽ അങ്ങനെ തിന്നായിട്ടല്ല, തിക്കായിട്ട് തന്നെ ചെറുതായി ഒന്ന് നമുക്ക് പരത്തി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യാം. ഈ ഒരു ഭാഗം ആയിട്ടുണ്ട്. നമുക്ക് ഈ സമയമാകുമ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും കുറച്ച് നേരം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇത് 2 ഭാഗം നന്നായിട്ട് ഇത് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു കളറാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ ഒരു കളറാകുമ്പോൾ വേണം നമുക്കിത് എടുത്തു മാറ്റാം. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. Amma, it looks like a pancake. പക്ഷെ ടേസ്റ്റ് സെയിം ആണോ? No, it's very tasty and very healthy. If you like our video, please like, share and subscribe. Thank you. Thank you.